ആണവ കേന്ദ്രങ്ങളിൽ ഏതെങ്കിലും ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ മറുപടി രൂക്ഷ യുദ്ധമായിരിക്കുമെന്നാണ് ഇറാന്റെ പക്ഷം. രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രിയാണ് ഇസ്രയേലിനെയും US-നെയും ലക്ഷ്യം വെച്ച് താക്കീത് പുറപ്പെടുവിപ്പിച്ചത്. പുതുതായി സ്ഥാനമേറ്റെടുത്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഇസ്രയേലിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന അഭ്യൂഹത്തിന് പിന്നാലെയാണ് താക്കീത്. ബെഗിൻ ഡോക്ട്രിൻ എന്ന നയം അനുസരിച്ച് തങ്ങളുടെ എതിരാളികൾ ആരെങ്കിലും ആണവായുധ ശേഷി വികസിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് തകർക്കാൻ ശ്രമിക്കുന്നത് ഇസ്രയേലിന്റെ ശീലമാണ്. 1981 ജൂൺ 7-ന് ഇറാഖിലെ ഒസീറാക്കിലുള്ള ആണവ റിയാക്ടർ ഇതുപോലെ തകർത്തെറിഞ്ഞ് അവിടെ ആണവായുധം വികസിപ്പിക്കുന്നെന്ന് ആരോപിച്ചിരുന്നു. 2018-ൽ സിറിയയിലെ അൽ ഖിബർ ആണവ കേന്ദ്രവും ഇസ്രയേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ തകർക്കുകയും ചെയ്തിരുന്നു. ഇറാനിലെ ആണവ റിയാക്ടറുകളിൽ വൈറസ് ആക്രമണം നടത്തുന്നതും അവിടുത്തെ ആണവ ശാസ്ത്രജ്ഞരുടെ കൊലപാതകങ്ങളിൽ മൊസാദിനുള്ള കൈയുമെല്ലാം ചർച്ചാ വിഷയമാണ്. ഔദ്യോഗികമായി അണുശക്തിയാണെന്ന് ഇസ്രയേൽ അംഗീകരിച്ചിട്ടില്ലെങ്കിലും രാഷ്ട്രത്തിന് ആണവായുധങ്ങൾ ഉണ്ടെന്നാണ് പ്രതിരോധ വിദഗ്ധരിൽ ഭൂരിപക്ഷവും വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോകത്തെ 9ാമത്തെ ആണവശക്തിയാണ് രാജ്യം. ആണവ നിർവ്യാപന കരാറിൽ ഒരിക്കലും ഒപ്പുവെക്കാൻ ഇസ്രയേൽ തയ്യാറായിട്ടില്ല എന്നതും വസ്തുതയാണ്. ഇസ്രയേലിന് 90 പ്ലൂട്ടോണിയം ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടെന്നും 100 മുതൽ 200 വരെ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള പ്ലൂട്ടോണിയം ശേഷി ഉണ്ടെന്നുമാണ് ശക്തമായ അഭ്യൂഹങ്ങൾ പരക്കുന്നത്. എന്നാൽ ഇസ്രയേൽ സ്വന്തം നിലയിൽ ആണവായുധ പരീക്ഷണങ്ങൾ ഒന്നും ഇതുവരെ ശ്രദ്ധ നേടുന്ന തരത്തിൽ നടത്തിയിട്ടില്ല. യൂറോപ്പിലെ മറ്റു ചില രാജ്യങ്ങളുടെ സഹായത്തോടെ ഇസ്രയേൽ പരീക്ഷണങ്ങൾ നടത്തിയെന്ന് വാദിക്കുന്നവരുണ്ട്. രാഷ്ട്ര രൂപീകരണത്തിന് ശേഷം 2 പതിറ്റാണ്ടോളം ഇവർ ഫ്രാൻസിനെയാണ് ഇക്കാര്യത്തിൽ ആശ്രയിച്ചതെന്നും എന്നാൽ 1967-ലെ 6 ദിന യുദ്ധത്തിനു ശേഷം ഫ്രാൻസ് ഇക്കാര്യത്തിൽ ഇസ്രയേലുമായുള്ള സഹകരണം നിർത്തിയെന്നും പറയപ്പെടുന്നു. ഇതിനുശേഷം സ്വന്തം നിലയിൽ തന്നെ ആണവായുധങ്ങൾ വികസിപ്പിച്ചു. 1979-ൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംഭവിച്ച വേല സംഭവം ഇസ്രയേലിന്റെ ആണവായുധ പരീക്ഷണമാണെന്നും വാദങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇസ്രയേലിലെ ഡിമോണയിലുള്ള നേഗവ് ന്യൂക്ലിയർ റിസർച്ച് സെന്ററിലാണ് ആണവായുധത്തിന് വേണ്ടിയുള്ള പ്ലൂട്ടോണിയം നിർമ്മിക്കപ്പെടുന്നതെന്ന് കരുതപ്പെടുന്നു. സ്വാഭാവിക യുറേനിയം പ്രക്രിയകൾക്ക് വിധേയമാക്കിയ ശേഷം പ്ലൂട്ടോണിയം വേർതിരിച്ചെടുക്കുന്ന രീതിയാണ് ഡിമോണയിലെ റിയാക്ടറിൽ വർഷം 10 കിലോയോളം പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കാൻ റിയാക്ടറിന് ശേഷിയുണ്ടെന്ന് US കോൺഗ്രസിന് വേണ്ടി 1980 നടത്തിയ ഒരു പഠനം പറയുന്നു. 1960-ൽ US-ൽ നിന്ന് 300 കിലോഗ്രാം യുറേനിയം ഇസ്രയേലിന് ലഭിച്ചതായി അഭ്യൂഹങ്ങളുണ്ട്. മധ്യ ഇസ്രയേലിന് ഷൊറേക് ന്യൂക്ലിയർ റിസർച്ച് സെന്റർ എന്ന സ്ഥാപനത്തിൽ വിവിധ ആണവ പരീക്ഷണങ്ങൾ നടക്കുന്നതായും ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ആണവായുധങ്ങളെ വഹിക്കാനുള്ള ശേഷിയും ഇസ്രയേലിന് ധാരാളമാണ്. F-15, F-16, F-35 തുടങ്ങിയ US നിർമ്മിത വിമാനങ്ങൾക്ക് ന്യൂക്ലിയർ ഗ്രാവിറ്റി ബോംബുകൾ ഏറ്റാൻ ശക്തിയുണ്ട്. F-50 വിമാനത്തിന് 3500 കിലോമീറ്ററാണ് റേഞ്ച്.